സ്റ്റെഫൻ അവിടെ തുടരുന്നുണ്ട്. സ്റ്റെഫൻ കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചകളാണ്. വേദനയോടെ ബന്ധുക്കൾ ഇനി എങ്ങനെയാണ് തുടർന്ന് മുന്നോട്ട് പോവുക ഇവരില്ലാതെ എന്നൊക്കെ ആലോചിച്ച് അലമുറയിട്ട് കരയുന്ന മനുഷ്യർ. 3 പേരുടെയും മൃതദേഹങ്ങൾ അവിടെ നിന്നും ആംബുലൻസിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയോ? മൂത്തി മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നിഖിലിൻ്റെ അമ്മയുടെ ദൃശ്യങ്ങളാണ്. വേദന അടക്കാനാകാതെ വിതുമ്പുന്ന അമ്മയുടെ ദൃശ്യങ്ങളാണ്. അമ്മയും വാഹനത്തിൽ കയറി ജനറൽ ആശുപത്രിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഏതായാലും ഒരു മൃതദേഹം കൂടി ഇവിടെ നിന്നും കൊണ്ടുപോകാനുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ വന്നിട്ട് 2 മൃതദേഹങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നത്. ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ഈ നാട്ടുകാർക്കും പൊതുപ്രവർത്തകർക്കും ഒക്കെ
താങ്ങുന്നതിനപ്പുറത്തേക്ക് ഉള്ള ഒരു കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ആശുപത്രിയുടെ പരിസരത്ത് കാണാൻ കഴിയുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഞായറാഴ്ച ദിവസമാണ്. പള്ളിയിൽ കുർബാനയും മറ്റ് ആരാധനകളും ഒക്കെ ഉള്ള ദിവസമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് ഈ വിവരമറിഞ്ഞ് പള്ളിയിൽ ആരാധന ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ കുർബാന ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വികാരി അച്ഛൻ ഉൾപ്പെടെയുള്ള ഞാനും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്, എന്തൊരു അവസ്ഥയാണ് എന്ന്. കഴിഞ്ഞ ദിവസം ഒരു വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് മുൻപായി ആ 4 മക്കളെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി എങ്കിൽ ഇന്നിതാ ഒരു വിശുദ്ധ ഞായറാഴ്ചയാണ്. ഇന്ന് പ്രത്യേക പ്രാർത്ഥനയുള്ള ദിവസമാണ്. ഇന്ന് വീണ്ടും 4 പേർ, ഒരു കുടുംബത്തിലെ 4 പേർ. എങ്ങനെയാണ് ഈ കുടുംബത്തിന് ഇതൊക്കെ താങ്ങാനാവുക? കടന്നു പോകാനുള്ള കരുത്ത് ഇവർക്കൊക്കെയും നൽകണമേ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുന്നുള്ളൂ ഈ നിമിഷം. തീർച്ചയായിട്ടും മോത്തി, കാരണം ഈ കൂടി വന്നിരിക്കുന്ന ഇടവകയിലെ അംഗങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇന്ന് ഞായറാഴ്ച ദിവസമാണ് പള്ളിയിലേക്കൊക്കെ പോയി ആരാധനയ്ക്ക് പങ്കെടുക്കേണ്ട ഒരു ദിവസമാണ്. യഥാർത്ഥത്തിൽ ഈ അവരുടെ പ്രിയപ്പെട്ട 4 പേരുടെയും ചേതനയേറ്റ മൃതദേഹം കാണേണ്ടി വരുന്നത് എന്നൊരു ദാരുണമായ അവസ്ഥ കൂടി ഈ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നമ്മൾ അല്പം മുമ്പ് അവരോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ഈ പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വിവരമൊക്കെ അറിയുന്നതും പെട്ടെന്ന് അവിടെ നിന്നും ഓടി ആശുപത്രിയിലേക്കൊക്കെ വരുന്നതും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ